കഴിഞ്ഞ 2-3-4 ദിവസമായിട്ട് RSSനെതിരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കർണാടകയിലെ, നിങ്ങൾക്കറിയാം, ഖർഗെയുടെ മകനാണ് പ്രിയങ്ക ഖർഗെ. സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത സുധാമൂർത്തി, റൈറ്റർ എന്നും പറഞ്ഞുകൊണ്ട് അവരും ഈ കാസ്റ്റ് സെൻസസിനെതിരെ സ്റ്റേറ്റ്മെന്റ് തന്നെ ശ്രദ്ധിച്ചതാണ്. പെട്ടെന്നത് ഏറ്റുപിടിച്ച് സിദ്ധരാമയ്യ പറഞ്ഞു, DK ശിവകുമാർ പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ മറ്റൊരു സംഭവം ശ്രദ്ധിക്കൂ. മഹാരാഷ്ട്രയിൽ ഔറംഗാബാദില് ഒരു സ്കൂളിന് മുമ്പിൽ ജോയിൻ RSS എന്ന് പറഞ്ഞ് പ്ലക്കാർഡൊക്കെ ആയിട്ട് അവിടെ ചെറിയൊരു ടേബിളൊക്കെ ഇട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുമ്പിൽ 5-6 ചെറുപ്പക്കാരിരുന്നു. പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്കോട്ട് ഒരു ഭീം അംബേദ്കറായിട്ട് കയറി വരുന്നു. അവരോട് പറഞ്ഞു, ഇത് സാധനം എല്ലാം എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. ഒറ്റയ്ക്കാണ് കയറി വരുന്നത്. മുഴുവൻ സാധനം എടുത്ത് പാക്ക് ചെയ്ത് പോയിക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് അയാൾ പോലീസിനെ വിളിച്ചു വരുത്തുന്നു. പോലീസ് അവരോട് RSSുമായിട്ട് ബന്ധപ്പെട്ട, കാരണം അംബേദ്കറിന്റെ പേര് പറയുന്നുണ്ട്. ഈ ഒറ്റയ്ക്കായി മനുഷ്യൻ വരുന്നത്. ഈ 2 ഇൻസിഡന്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് കാണാം. എന്താണ് ഈ 100 years ഓഫ് RSSന്റെ വലിയ ആഘോഷം ഇന്ത്യയിൽ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഖർഗെ ഇതേപോലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുണ്ടായ കാരണം എന്താ? കാരണം ഒരു കാര്യം വ്യക്തമാണ്, ഇത് കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. RSSന്റെ ഇത് ഇത്ര സ്ട്രോങ് ആയിട്ടൊന്നും ഒരു നേതാക്കളും ഇതേ രീതി, പ്രത്യേകിച്ച് ദളിത് കമ്മ്യൂണിറ്റിന്ന് ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ല. അത്ര ശക്തമായിട്ടാണ് പ്രിയങ്ക ഖാർഗെ പറയുന്നത്. ഗവൺമെന്റിന്റെ പ്രൊമൈസസിൽ, അതായത് ഗവൺമെന്റ് കൊണ്ട് അവരുടെ ബിൽഡിംഗ് ആണെങ്കിലും അവരുടെ സ്കൂളാണെങ്കിലും അവിടെ ഒരു കാരണവശാലും RSSന്റെ ഒരു പരിപാടിയും നടത്താൻ സമ്മതിക്കില്ല. 2013 റൂള്. നേരത്തെ ഇതൊക്കെ നടക്കുന്ന സംഭവം അവിടെ. കാരണം നമുക്കിത് കർണാടകയിൽ പോയി കാണാൻ സംഭവം. അവിടെ ശാഖകളൊക്കെ നടക്കുന്ന ഗവൺമെന്റിന്റെ സ്കൂളുകളിലും കോളേജുകളിലും മറ്റേ ഗവൺമെന്റ് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് ഇത് നടക്കുന്നത്. അത് പറഞ്ഞ് നടത്തുന്നില്ല, അത് ഗവൺമെന്റിന്റെ ഉത്തരവാണ്, അത് പൂർണ്ണമായിട്ടും ബാൻ ചെയ്യുമെന്ന് പറഞ്ഞു. രണ്ടാമത്, ഇദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ RSSന്റെ 100ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വലിയൊരു റാലിയൊക്കെ നടത്താൻ വെച്ചേക്കും. അവിടെ മുനിസിപ്പാലിറ്റിയെ കൊണ്ട് അടുത്തൊരു ഓർഡർ കൊടുപ്പിച്ചു. ആ കൊടികളും മുഴുവനും, നിങ്ങൾ കണ്ടു കാണാം വീഡിയോ, മുഴുവനും എടുപ്പിച്ചു. അതായത് പെർമനന്റ് ആയിട്ട് സ്റ്റീലിലൊക്കെ അടിച്ച സ്ട്രക്ചറൊക്കെ മുഴുവൻ എടുക്കും ഇവിടെ കിടക്കും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ കോവിഡിന്റെ ആ സമയത്തല്ല, ഈ കർണാടകയിൽ ഏകദേശം 25 മുതൽ 26-27% ദലിറ്റ്സും ആദിവാസികളും ഒക്കെ. ഇങ്ങനെ പറയുവാണെങ്കിൽ വളരെ സ്ട്രോങ് കമ്മ്യൂണിറ്റിയാണ് അവരവിടെ. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റി, അവിടെയുള്ള കമ്മ്യൂണിറ്റിയിൽ ശരിക്കും അംബേദ്കറായിട്ട് സംഭവമുണ്ട്. അപ്പം ബാംഗ്ലൂർ പോലെ ചില കടകളിലും ദലിറ്റ്സിന്റെ കടകളിലൊക്കെ അംബേദ്കറിന്റെ ഫോട്ടോ ഒക്കെ കാണാൻ സാധിക്കും. ഇവർ സ്ട്രോങ് ആയിട്ട് ആന്റി ഹിന്ദു ദൈവങ്ങൾക്കെതിരെയാണ്. അതാണ് ഈ അംബേദ്കറിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അവര് ഈ പറയുന്ന ഈ സനാതന ധർമ്മം, അതേപോലെ തന്നെ ഈ മനുസ്മൃതി, അതിനെ പൂർണ്ണമായിട്ട് ഖണ്ഡിക്കുന്നവരാണ്. ഈ സ്ട്രോങ് കമ്മ്യൂണിറ്റിയാണ് ഈ കർണാടകയിലുള്ള ദളിത് ആദിവാസി കമ്മ്യൂണിറ്റി. മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെ അവർ ഏത് രീതിയിലും പെട്ടെന്ന് ഒരുമിച്ച് കൂടുകയും ചെയ്യും. കാരണം നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കർണാടകയിലുള്ള ദളിത് കമ്മ്യൂണിറ്റിക്കകത്തും അതിനകത്ത് ബിസിനസ്സുകാർ ഇഷ്ടംപോലെ പേരുണ്ട്. അതേപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ അധികവും ഈ റിസർവേഷൻ കിട്ടിയവർ പല ആൾക്കാരും കർണാടക സ്റ്റേറ്റിൽ ഒത്തിരി അധികം ആൾക്കാരുണ്ട്. അതവിടുത്തെ ഫോർവേഡ് കാസ്റ്റിന് ഒരിക്കലും ദഹിക്കത്തില്ല. അതാണ് ഈ കാസ്റ്റ് സെൻസസിനെതിരെ സുധാമൂർത്തി ഈ കമന്റ് പറഞ്ഞത്. കാരണം നിങ്ങൾ കാരണം ഞാൻ ബാംഗ്ലൂർ താമസിച്ച് പല കർണാടക ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ശരിക്കും ഈ ട്രൈബ്സ്, ഈ SCയുടെയും STയുടെയും
പ്രസൻസ് അവിടെ ഓഫീസുകളിലുണ്ട്, പോലീസ് സ്റ്റേഷനിലുണ്ട്, ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനിലുണ്ട്. കാരണം പിന്നെ ബിസിനസ്സുകാരുടെ ഇഷ്ടം പോലെ ആൾക്കാർ, പല ആൾക്കാർക്കും കൂടെ കെട്ടിടവും പരിപാടിയും അതും ഇതും ഒക്കെയുണ്ട്. അപ്പം ഈ ഒരു പ്രസൻസ് ഉള്ളിടത്തോളം കാലം, അതാണ് ഈ സംഭവം എന്ന് പറയുന്നത്, അവർ ശക്തമായൊരു കൂട്ടമാണ്. അവർ ഈ അപ്പർ കാസ്റ്റ് ബ്രാഹ്മൺസിനെ അവരെ ഒന്നും 1% പോലും അംഗീകരിക്കാത്തവരാണ് കർണാടകയിലുള്ള ഈ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സുധാമൂർത്തി പെട്ടെന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, അവർക്ക് എവിടുന്നൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. BJPക്കകത്ത് നേരത്തെ ഈശ്വരപ്പ അങ്ങനെ പറയാൻ പല രീതിയിലുള്ള ദളിത് ഫേസുകളുണ്ടായിരുന്നു, അതായത് പോപ്പുലറായിട്ടുള്ള ഫേസുകളുണ്ടായിരുന്നു. ഇവരെല്ലാം പൂർണ്ണമായിട്ടും അങ്ങ് സൈലൻ്റായി. കാരണം അപ്പർ കാസ്റ്റ് ഭയങ്കര പ്രീഡനം BJPക്കകത്ത് നടക്കുന്നു. ഈ പറയുന്ന 25-26% ദളിത് ബാക്ക്, അതേപോലെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കർണാടകയിൽ അതിപ്രാധാന്യമുണ്ട്. കാരണം ഇവർ പ്രോപ്പറായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നവരാ. പക്ഷേ ഇവരെ മുഴുവനും കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രിയങ്ക് ഖർഗെയുടെ തീരുമാനം. അതിൻ്റെ ആ ബാക്കപ്പിലാണ്, പ്രത്യേകിച്ച് അംബേദ്കറൈറ്റ്സിൻ്റെ ബാക്കപ്പോടു കൂടിയാണ് അയാൾ ഈ RSSനെതിരെ നിരന്തരമായ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, അതുപോലെ ആക്ഷൻ എടുക്കുന്നത്. കാരണം ഭരിക്കുന്ന ഗവൺമെൻറ്. ഇപ്പം അതും ഈ പറയുന്ന ഔറംഗാബാദിൽ, മഹാരാഷ്ട്രയിൽ, അവിടെ ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് മുമ്പിൽ ഒരു അംബേദ്കറൈറ്റ് ഈ പറയുന്ന RSSകാരെ മുഴുവനും പാക്ക് ചെയ്ത് വിടുന്നു. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്തുവാ? നിങ്ങൾക്കറിയാം മഹാരാഷ്ട്രയിൽ അംബേദ്കറൈറ്റ്സ് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നെയ്ബറിങ് സ്റ്റേറ്റ് ആണ് രണ്ടും. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്നാണ് BJPയും അതേപോലെ RSSും ഈ സനാതന ധർമ്മവും ഈ പറയുന്ന മനുസ്മൃതി അവർ പൊക്കിപ്പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനെ ശരിക്കും എതിർക്കാൻ തന്നെയാണ് ഈ ദളിത് ബാക്ക്വേർഡ് ക്ലാസിൻ്റെ തീരുമാനം. കാരണം അവർക്കറിയാം ഇത് അവർക്ക് ഏറ്റവും വലിയ ഭാര ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ്. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസർവേഷൻ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ RSSൻ്റെ അകത്ത് തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം 100 വർഷത്തെ പരിപാടിയെ രാംനാഥ് കോവിന്ദിനെ കൊണ്ടുവന്നിട്ട് RSSൻ്റെ ഇന്ത്യയുടെ അജണ്ട എന്ന് പറയുന്നത് മനുസ്മൃതിയല്ല, അംബേദ്കറിൻ്റെ സാധനമാണ്, അതാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അയാളെ കൊണ്ട് പറയിപ്പിച്ച്. അതിൻ്റെ കാര്യം അതായത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ രണ്ടും കൂടെ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഇപ്പം ഓരോ ഇഷ്യൂസ് ബേസ്ഡ് ആണ് ബേസിക്കലി നമ്മൾ പൊളിറ്റിക്സുമായിട്ട് ഓർത്ത്. അത് കാസ്റ്റ് ആണെങ്കിലും റിലീജിയനാണ്, ഇതൊക്കെ മാറ്റർ ചെയ്യും ഇന്ത്യയിൽ. പ്രത്യേകിച്ച് അംബേദ്കറൈറ്റ് ദളിത് കമ്മ്യൂണിറ്റി അതിഭയങ്കരമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ഇപ്പുറത്തെയും മനുസ്മൃതിയും സനാതന ധർമ്മവും പൊക്കിപ്പിടിച്ചപ്പോഴാണ് തിരിച്ചപ്പുറത്ത് ഇതുണ്ടായത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഈ കർണാടകയിലെ ദളിത് കമ്മ്യൂണിറ്റി ഒരുവിധം നല്ലപോലെ കൺവേർട്ടഡ്. അതുകൊണ്ടാണ് ഈ കോവിഡ് അതിൻ്റെ സമയത്ത് പല പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ അറ്റാക്ക് കയറി ഉണ്ടായി. അപ്പം അതിൻ്റെയും കൂടി ഒരു റിട്ടാലിയേഷനാണ്. ഇതിൻ്റെ ഒരു പേരൻ്റ് ഓർഗനൈസേഷനാണ് ബജറാങ് ദൾ ഇന്ത്യ, ഹനുമാൻ സേന എന്നൊക്കെ പറഞ്ഞ പേരൻ്റ് ഓർഗനൈസേഷനാണ് RSS. അപ്പം അതിൻ്റെയും കൂടെ റിട്ടാലിയേഷൻ കൂടിയാണ് ഈ സംഭവം. അതായത് പറയാൻ പോകുന്നത് മഹാരാഷ്ട്രയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും ഉണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് കാസ്റ്റ് ബേസ്ഡ്. അതായത് താഴേക്കിടയിലുള്ള, നമ്മൾ ഇത് പറയുമ്പം ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള അവരുടെയും, അതായത് SC ആൻഡ് ST, അവരുടെ പോളറൈസേഷൻ ഉണ്ടായിരിക്കുന്ന ബേസിക്കലി ഈ സനാതനം അതേപോലെ തന്നെ മനുസ്മൃതി ഇതിനെ പൊക്കിപ്പിടിച്ചവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ പേരിലാണ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് ഇവരുടെ ഇടയ്ക്ക് സ്വാധീനം വളരെ കൂടുതലുള്ള. കാരണം ഇവർ ഒത്തുചേരുന്ന പരിപാടികൾ, കാരണം ഇത് ഒരു മനുഷ്യൻ്റെ ഒരു ഏതെങ്കിലും സന്ദർഭത്തിൽ അവനൊരു മെഡിറ്റേഷനും ഒരു റിലീജനും ഒരു വിശ്വാസവും ഒക്കെ എല്ലാവർക്കും ആവശ്യമാണ്. അപ്പം അതിനകത്ത് പെനട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പെന്തക്കോസ്റ്റുകാർക്ക്. ഇതാണ് ഇതിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ ദളിത് ബാക്ക്വേർഡ് ക്ലാസിൻ്റെ വോട്ടുകൾ ഇല്ല എങ്കിൽ
ഈ പറയുന്ന മഹാരാഷ്ട്ര BJP ഭരിക്കുകയാണെങ്കിൽ പോലും അവർക്ക് വീണ്ടും അവിടെ അധികാരത്തിൽ വരാൻ കഴിയില്ല. അവിടെ ഏതൊക്കെ രീതിയിലുള്ള BJPയുടെയും ഏകനാഥ് ഷിൻഡെയുടെ ഒരു ഗെയിമും നടക്കത്തില്ല. കാരണം അവർ വളരെ സോളിഡാണ് മഹാരാഷ്ട്രയിൽ. അതേപോലെ തന്നെ കർണാടകയിൽ ഒരു വളരെ സോളിഡ്. അതായത് മനസ്സിലാക്കേണ്ട, ഞാൻ ഈ പറഞ്ഞത് എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്ന ഒരു രീതിയിലുണ്ടാകുമ്പോൾ ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സും ബാക്ക്വേർഡ് ട്രൈബൽ കമ്മ്യൂണിറ്റി അവരൊരു ഭയങ്കര പൊളിറ്റിക്കൽ പവറായിട്ട് മാറുന്നു. അതിൻ്റെ ഒരു നേതൃത്വം കർണാടകയിൽ, അതായത് പ്രിയങ്ക് ഖാർഗെ അത് ഏറ്റെടുക്കുന്നു. അപ്പം അതിനെ എതിർക്കാൻ വേണ്ടി BJPക്ക് അത് അയാൾക്കെതിരെ പറയാനോ അയാൾ ഈ പറയുന്നതിനെ പറയാനോ അവിടെ ദലിത് ലീഡേഴ്സ് തയ്യാറാകുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. കാരണം അവർക്ക് പറയാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട അജിറ്റേഷൻ നടന്നപ്പോഴും അവർക്കെതിരെ എന്തെങ്കിലും പറയുവാൻ വേണ്ടി BJPക്കകത്ത് അവിടെ ഭരിക്കുന്ന ഫഡ്നവിസ് ഗവൺമെൻറ്റിനകത്തും ആളുകളില്ലാതായി. അതായത് ഭയങ്കര പ്രഷർ ഗ്രൂപ്പായിട്ട്, വലിയൊരു ഭയങ്കര മൗണ്ടൈൻ ഗ്രൂപ്പ്, സ്ട്രോങ് ഗ്രൂപ്പായിട്ട് ഇന്ത്യയിലെ ദലിറ്റ്സും ആദിവാസികളും മാറുന്ന കാഴ്ച, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഫെയ്ത്തിലോട്ട് ഇവർ വരുമ്പോൾ ഇവരെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സംഭവമാണ് ഈ കർണാടകയിൽ കാണുന്നത് ഇത്ര ശക്തമായിട്ട് അവർ എതിർക്കുന്നത്, അതായത് RSSനെ എതിർക്കുന്നത്. കാരണം ആ അറ്റാക്കുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. കർണാടകയിലെ പല ഭാഗത്തും ഈ ദളിത് വീടുകളിലെ ചർച്ചകൾക്കെതിരെ ബജരാംഗ് ദളും ഹനുമാൻ സേനയൊക്കെ നടത്തിയ അറ്റാക്കുകൾ, അതിൻ്റെ ഒരു റിട്ടാലിയേറ്ററി സംഭവമാണ് ഈ 2 സ്റ്റേറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഛത്തീസ്ഗഡിലാണെങ്കിലും മറ്റുള്ള ഭാഗത്തും കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇന്ത്യയിലുണ്ടാകുന്ന രാഷ്ട്രീയത്തിലെ വലിയ മാറ്റം എന്ന് പറയുന്നത്.